അയ്യപ്പൻകോവിൽ LP സ്കൂൾ ഇഴജന്തുക്കളുടെ ഭീഷണിയിൽ. പഞ്ചായത്ത് കളിക്കളത്തിന് ഏറ്റെടുത്ത ഭൂമി കാട് കയറി കിടക്കുന്നതാണ് കുട്ടികളെ ഭീഷണിയിലാക്കുന്നത്. സ്കൂളിന് മുൻവശത്താണ് വലിയ രീതിയിൽ കാട് വളർന്നത്. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന LP സ്കൂളാണ് മാട്ടുക്കട്ട LP സ്കൂൾ. സ്കൂളിന് അനുവദിച്ച ഭൂമി മുൻ റവന്യൂ ഉദ്യോഗസ്ഥൻ കൈയടക്കിയിരുന്നു. മുൻ സ്കൂൾ PTA പഞ്ചായത്ത് ഭരണസമിതികളുടെയും ശ്രമഫലമായി ഭൂമി തിരിച്ചു പിടിക്കാൻ നടപടി സ്വീകരിക്കുകയും റവന്യൂ ഉദ്യോഗസ്ഥർ അളന്ന് തിട്ടപ്പെടുത്തി ഭൂമിയുടെ നിജസ്ഥിതി കണ്ടെത്തി ഫയൽ ജില്ലാ ഭരണകൂടത്തിന് മുന്നിൽ എത്തിച്ചിരുന്നു. എന്നാൽ തുടർ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നീട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വന്നതാണ് തടസ്സമുണ്ടായത്. എന്നാൽ ഈ ഭൂമി ഇപ്പോൾ കാട് കയറി കുട്ടികളുടെ ജീവന് തന്നെ ഭീഷണി ുകയും ചെയ്തിരിക്കുകയാണ്. സ്കൂളിന് തൊട്ടു മുന്നിലാണ് കാട് വളർന്ന് പന്തലിച്ചു നിൽക്കുന്നത്. പഞ്ചായത്തിലെ ഗവൺമെന്റ് LP സ്കൂളിന്റെ അടുത്തായിട്ട് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള സ്ഥലം കാട് കയറി വളരെ വൃത്തിഹീനമായിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. അത് അടിയന്തരമായി പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് ക്ലീൻ ചെയ്ത് അവിടെ വൃത്തി ആക്കി കൊടുക്കണമെന്നാണ് പറയാനുള്ളത്. സ്കൂൾ LP സ്കൂളിൽ അടുത്തുള്ളതുകൊണ്ട് കുട്ടികൾ അവിടെ പഠിക്കുകയും കളിക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് പാമ്പുകൾ അടക്കം അവിടെ കയറി വന്ന് ജീവന് ഭീഷണി തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. സ്കൂളിനോട് ചേർന്ന് കാട് വളർന്നു നിൽക്കുന്നതിനാൽ കാടിനുള്ളിൽ ഇഴജന്തുക്കളും താവളം ഉറപ്പിച്ചിരിക്കുകയാണ്. കൊച്ചുകുട്ടികൾ കളിക്കുന്നതും നടക്കുന്നതും ഈ കാടിനു സമീപത്താണ്. കാട് വളർന്ന് പന്തലിച്ചു നിൽക്കുന്നത് കുട്ടികളുടെ ജീവന് തന്നെ ഭീഷണിയായിരിക്കുകയാണ്. പല തവണ സ്കൂൾ അധികൃതർ കാട് വെട്ടിത്തെളിക്കാൻ പഞ്ചായത്തിന് കത്ത് നൽകിയിരുന്നു. നടപടി സ്വീകരിക്കാമെന്ന മറുപടി മാത്രമാണ് ലഭിച്ചത്. സ്കൂൾ അധികൃതർ വീണ്ടും കത്ത് നൽകാൻ ഒരുങ്ങുകയാണ്. എത്രയും വേഗം കാട് വെട്ടിത്തെളിച്ച് ഭീഷണി ഒഴിവാക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് N. തമ്പി പറഞ്ഞു. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.